ഫസ്റ്റ് ടൈം കഴിക്കുന്നേ? ഫസ്റ്റ് ടൈമാ? എങ്ങനെയുണ്ട് ചക്കപ്പുട്ട്? സൂപ്പർ. ചക്ക നല്ല സൂപ്പറാ? ഓക്കെ. ഗുഡാ? എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് 2 വെറൈറ്റി പുട്ടുമായിട്ടാണ്. വെറൈറ്റി പുട്ട് എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന്റെ പേര് പ്രവാസി പുട്ട്. പ്രവാസി പുട്ടെന്ന് തന്നെ എനിക്ക് അതിനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. പിന്നീടുള്ളത് നമ്മുടെ നാടൻ പുട്ട്, അതായത് തനി നാടനായിട്ടുള്ള പുട്ട്. തനി നാടൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പുട്ടാണ്. അപ്പോൾ ചക്കപ്പുട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ചുള ചക്ക എടുത്തിട്ടുണ്ട്. വരിക്കച്ചക്കയാണ്. അത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരുപാട് പഴുത്ത ചക്കയല്ല, ഒരു മീഡിയം പഴുപ്പിലുള്ള ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരിപ്പൊടി എടുക്കാം, അതായത് പുട്ടുപൊടി. പുട്ടുപൊടി ഞാൻ ഇവിടെ 1 സ്പൂൺ ജീരകവും ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് ഞാനൊന്ന് വെള്ളം നനച്ചൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. സാധാരണ പുട്ടുപൊടി നനയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ നനച്ചെടുക്കുകയാണ്. ചൂടുവെള്ളം ഒന്നും വേണ്ട, ഞാനിവിടെ പച്ചവെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഏത് പൊടിയുടെ ബ്രാൻഡാണോ അതനുസരിച്ച് വേണം പൊടി നനയ്ക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങയാണ് ഇടുന്നത്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട്. അതും കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം ഇത് വരാനായിട്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ചക്ക ഇടാം. ആ ചക്കയും കൂടെ കൂട്ടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പുട്ടുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇത് വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഏറെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, സ്റ്റീമറിൻ്റെ അകത്ത് വെച്ചിട്ട് ഇത് ഫുള്ളോടെ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ഇപ്പം ഞാനിവിടെ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റീമർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ അകത്തേക്ക് ഞാനിവിടെ നമ്മുടെ പുട്ടിൻ്റെ പാത്രം വെച്ച് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടിവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, പുട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ പുട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ചക്കപ്പുട്ടിന്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുബ്ബൂസ് പുട്ടാണ്. കുബ്ബൂസ് പുട്ട്, പ്രവാസി പുട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കുബ്ബൂസ് എടുത്തിട്ടുണ്ട്. 2 കുബ്ബൂസ് പീസാക്കി ഞാൻ മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നീട് ഈ പൊടിയും കൂടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി കുബ്ബൂസൊക്കെ ഒരുപാട് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരല്പം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നനച്ചെടുക്കാം. ഞാനിവിടെ എൻ്റെ കുബ്ബൂസ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആകെ കുബ്ബൂസും ഈ തേങ്ങയും മാത്രം ചേർത്തിട്ടാണ് ഞാൻ ഈ പുട്ട് റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ഇത് നമ്മളുടെ കുക്കറിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം. വളരെ എളുപ്പമാണ് ഈ പുട്ട് തയ്യാറാക്കാനായിട്ട്. കാരണം വേറെ ഒന്നും ആവശ്യമില്ല. തേങ്ങയും നമ്മളുടെ കുബ്ബൂസും മാത്രം മതി ഈ പുട്ടുണ്ടാക്കാൻ. ഉപ്പ് പോലും നമുക്ക് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. കണ്ടില്ലേ, നമ്മളുടെ പ്രവാസി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയുമാണ് ഈ കുബ്ബൂസ് വെച്ചിട്ടുള്ള പുട്ട്. വളരെ രുചിയാണ്. നമുക്ക് കറി ഒന്നും വേണ്ട ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. കാരണം അതുപോലെ ടേസ്റ്റിയാണ് ഈ പുട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത 2 പുട്ടുകളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം.